ജയം ടോക്സിലേക്ക് സ്വാഗതം. വളരെ അറിയപ്പെടുന്ന ഒരു പ്രമുഖ വ്യക്തിയാണിപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. മുൻ മന്ത്രി, പ്രമുഖ കേരള കോൺഗ്രസ് നേതാവുമായ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൾ, വളരെ പ്രശസ്തനായ അഡ്മിനിസ്ട്രേറ്ററായ കെ മോഹൻദാസ് റിട്ടയർഡ് IAS ഭാര്യ, നടനും മന്ത്രിയുമൊക്കെയായ ഗണേഷ് കുമാറിൻ്റെ സഹോദരി. ഈ മൂന്ന് നിലയിലും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാന്യവനിതയാണ് ശ്രീമതി ഉഷ മോഹൻദാസ്. ശ്രീമതി ഉഷ, നിങ്ങൾ ആർ ബാലകൃഷ്ണനെ പോലെയുള്ള ഒരു പ്രമുഖ വ്യക്തിയുടെ കുടുംബത്തിൽ ഞാൻ നോക്കുമ്പം ഒരു കാലത്ത് ഒരു റോയൽ ഫാമിലി എന്ന തരത്തിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ബാലകൃഷ്ണപിള്ള കേരളത്തിൽ അറിയപ്പെടുന്ന, എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രഗത്ഭനായ ഒരു മന്ത്രിയും പ്രഗത്ഭനായ നേതാവുമായി അദ്ദേഹം ഇന്ന് കടന്നുപോയി, നമ്മുടെ മുന്നിലില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രഗത്ഭനായ ഒരു ഭർത്താവ് മോഹൻദാസ്, അറിയപ്പെടുന്ന നടനും മന്ത്രിയുമായ ഗണേഷ് കുമാർ. ഈ രണ്ട് പേരുടെ വാല്യൂ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? രണ്ടുപേരും പുരുഷന്മാർ, നിങ്ങൾ രണ്ട് നിലയിൽ സഹോദരിയും ഭാര്യയുമായി രണ്ട് റോൾ അഭിനയിക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഈ രണ്ടുപേരുടെ, ആ കൂട്ടത്തിൽ അച്ഛനും, ഈ മൂന്ന് പേരുടെ ഇടയിൽ നിങ്ങൾ ഇവരുടെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇവരുടെ വാല്യൂ സിസ്റ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആദ്യം പറയുമ്പോൾ നമ്മളെപ്പോഴും പിതാവിനെ പറ്റി, അച്ഛനെ പറ്റി വേണം പറയാൻ. ഇതുപോലെ ഒരു ആളിൻ്റെ മകളായി ജനിച്ച്, അതായത് അദ്ദേഹത്തിൻ്റെ മകളായി ജനിച്ചത് ഞാൻ എന്നും എൻ്റെ ഒരു ഭാഗ്യമായി തന്നെ കാണുന്നു. ഞാൻ ജനിക്കുന്ന സമയത്ത് അദ്ദേഹം MLA, ജനിച്ച ഉടനെ അദ്ദേഹം MLA ആയി. 25 വയസ്സേ ഉള്ളൂ. ആ സമയം മുതൽ അച്ഛൻ്റെ രാഷ്ട്രീയം കണ്ട് വളർന്നവളാണ്. ആദ്യമൊന്നും അച്ഛനെ കാണാൻ പോലും കിട്ടില്ലായിരുന്നു. അച്ഛൻ തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, 6 വയസ്സ് വരെ അവൾ എന്നെ അറിയില്ലായിരുന്നു, അടുത്ത് വിളിച്ചാൽ വരില്ല. അന്നത്തെ രാഷ്ട്രീയം അത്ര കഠിനമായിരുന്നു. ഇങ്ങനെ വല്ലപ്പോഴും ഒന്ന് വീട്ടിൽ വരുന്ന ഒരു അതിഥി, അങ്ങനെ മാത്രമേ അച്ഛനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ പിന്നീട് ആ കുറവ് അച്ഛൻ തീർത്തു തരുന്നൊരച്ഛനായിരുന്നു. പ്രത്യേകിച്ച് പെൺമക്കളോട് അച്ഛൻ വളരെയധികം വാത്സല്യം കാണിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക്, എന്നെ പ്രത്യേകിച്ച് ആ ചെറുപ്പത്തിൽ നഷ്ടമായ സ്നേഹമെല്ലാം അച്ഛൻ പിന്നീട് വാരിക്കോരി തന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഒരു പെണ്ണായതുകൊണ്ട്, ഞാൻ നോക്കുമ്പോൾ സഹോദരൻ നടനായി, വാസ്തവത്തിൽ ഒരു നടിയാകാനുള്ള സൗന്ദര്യവും ഒരു രാഷ്ട്രീയത്തിൽ ഒരു പ്രഗത്ഭയായ ഒരു നേതാവാകാനുള്ള മിടുക്കും ഒക്കെയുള്ള വ്യക്തിയാണ് ഉഷ മോഹൻദാസ്. പക്ഷേ അതിനുള്ളൊരു അവസരം കിട്ടിയില്ല. അതൊരു പെണ്ണായി പോയതുകൊണ്ടാണ് എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? നടിയൊന്നും നമ്മുടെ ലിസ്റ്റിലില്ല, പിന്നെ അച്ഛൻ്റെ ലിസ്റ്റിലും ഇല്ല. കുടുംബത്തിൽ അങ്ങനെ ഒരു വിചാരം പോലും, ഗണേശനെ പോലും അങ്ങനെ ഒരു വിചാരം ഇല്ലായിരുന്നു. ഒരു പെട്ടെന്ന് വന്ന് പെട്ടുപോയ ഒരു ഗണേശൻ പറഞ്ഞിട്ടുണ്ട്, ഗണേശൻ അങ്ങനെ നടനാകാനായിട്ട് അച്ഛൻ സഹായിച്ചിട്ടില്ല എന്ന്. ഗണേശന് നടനാക്കാനോ രാഷ്ട്രീയക്കാരനാക്കാനോ അച്ഛനും ആഗ്രഹിച്ചിട്ടില്ല എന്ന് അച്ഛനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു പെണ്ണായി പോയതുകൊണ്ട് കിട്ടേണ്ട അവസരങ്ങൾ പലതും കിട്ടിയില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. പെണ്ണായി പോയത് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നടിയെ പറ്റിയല്ല, അത് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, അതിലോട്ട് ചിന്തിച്ചിട്ടുമില്ല. പക്ഷെ രാഷ്ട്രീയം, ഒരുപക്ഷെ ഞാൻ ആണായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രാഷ്ട്രീയത്തിലേക്ക് വരുമായിരുന്നു. അച്ഛന് ഈ പറഞ്ഞ കുറച്ച് പഴയ ചിന്താഗതിയുള്ള ആളാണ്. അപ്പോൾ പെൺകുട്ടികളെ അധികം അങ്ങനെ എക്സ്പോസ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ നന്നായിട്ട് നൃത്തം ചെയ്യുന്ന ഒരാളായിരുന്നു. അതുപോലും അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. അച്ഛനെ ഒളിച്ചൊക്കെ ആയിരുന്നു ഡാൻസ് പഠിക്കുന്നതും ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയിലല്ലേ ഞാൻ വളർന്നത്. പിന്നെ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ മനസ്സോടുകൂടിയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചതും അവതരിപ്പിച്ചതും ഒക്കെ. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, വാല്യൂ സിസ്റ്റത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ രണ്ട് പേരെ നിങ്ങൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഭർത്താവ്, സഹോദരൻ. അല്ല, അതിനെ ഞാൻ ഒന്നുകൂടി ചോദിക്കാം. അതായത് ഗണേഷ് കുമാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നന്നായിട്ട് എൻ്റെ ഭരണം നടത്തുന്നുണ്ട്, ഞാൻ നല്ലൊരു മന്ത്രിയാണ്, ഞാൻ അഴിമതിക്കാരനല്ല, എൻ്റെ വ്യക്തി ജീവിതവും നിങ്ങൾ നോക്കണ്ട. എൻ്റെ ചോദ്യം, ഒരു പൊതുപ്രവർത്തകനെ വ്യക്തി ജീവിതം കൂടി ഒരു മാതൃകയാക്കേണ്ട ആളല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വ്യക്തി ജീവിതത്തിന്, ഒരു പൊതുപ്രവർത്തകന്റെ വ്യക്തി ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്.
അത് ജനങ്ങളിലേക്ക് നമ്മളിലേക്കുള്ള വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് അത് ഉതകുന്നത്. അല്ലാതെ എനിക്ക് എന്തോ ആവാം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്നില്ല, ഒരിക്കലും അത് ശരിയായ ഒരു ചോദ്യമോ സംസാരമല്ല. എന്താണ് ഒരു അച്ഛൻ്റെ 2 മക്കളിൽ 2 പേർക്ക് ഇത്തരത്തിൽ 2 കാഴ്ചപ്പാട് വന്നത്? എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാഴ്ചപ്പാടാണ് കിട്ടിയിരിക്കുന്നത് കൂടുതൽ. അച്ഛൻ തന്നെ മകനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഉഷ മോഹൻദാസിൻ്റെ വാക്കുകളും കറങ്ങുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഈ ഒരു അഭിപ്രായ വ്യത്യാസവും ഒക്കെ വരാനുള്ള പ്രധാന കാരണം നിങ്ങളുടെ സ്വത്ത് തർക്കമാണ് എന്നുള്ള ഒരു അഭിപ്രായം പൊതുവിലുണ്ട്. യഥാർത്ഥത്തിൽ സ്വത്ത് തർക്കം മാത്രമാണോ അതോ ആശയപരമായ ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ടോ? പക്ഷേ ആശയപരമായ ഒരു വിഷയമില്ല. അച്ഛൻ മരിക്കുന്നവരെ എല്ലാവരും സന്തോഷമായിരുന്നു, സന്തോഷത്തോടെ തന്നെ. അമ്മ മരിക്കുന്നവരെ, പിന്നെ അച്ഛൻ ഒറ്റപ്പെട്ടോ ആ ലൈഫിലും ഒന്നും പ്രശ്നമില്ലായിരുന്നു. അച്ഛൻ്റെ മരണം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാത്തിനും അധിപൻ ഞാനാണ്. അതിന് എന്തോ എന്നെ ഒഴിവാക്കി, അതാണ് സത്യം. ആ ഒഴിവാക്കൽ മുഴുവൻ എനിക്ക് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു അധികാരത്തിൻ്റെയും മറ്റ് പല കാര്യങ്ങളുടെയും ഒരു മുൻതൂക്കവും ബലവും ഉള്ളതുകൊണ്ട് സഹോദരൻ്റെ ഭാഗത്ത് നിന്ന് നീതി ലഭിക്കാതെ പോയ ഒരു സഹോദരിയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഒരു സഹോദരി ആയിട്ട് അംഗീകരിക്കണം. ഒരു സഹോദരി എന്നുള്ള ഒരു സ്ഥാനം തീർച്ചയായിട്ടും കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പം ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതൊക്കെ ഉള്ള ശത്രുതയുടെ കാര്യമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഈ ഗണേശന് മന്ത്രി എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും നാട്ടുകാരുടെ കണ്ണലുണ്ണിയാണെന്ന് പറയുന്നു. ഒട്ടേറെ പേരെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ നിർണായക ഘട്ടത്തിൽ സ്വന്തം സഹോദരിയുടെ മകൻ്റെ ഒരു ചികിത്സാ കാര്യത്തിന് പോലും സഹായിക്കാനുള്ള മനസ്സ് കാണിക്കാത്ത ഒരു വ്യക്തിയാണ് എന്ന ഒരു ഞെട്ടിക്കുന്ന കാര്യം ഈ അടുത്ത കാലത്താണ് ആളുകൾ അറിയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മനോഭാവം ഈ പറയുന്ന ഈ നല്ലവനായ നേതാവിന് ഇല്ലാതെ പോയത്? ഞാനും ചോദിച്ചതാണ്. അവിടെ പത്തനാപുരത്ത് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നു, ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൽ ചിരിയാണ് തോന്നിയത്. സ്വന്തം രക്തം, സ്വന്തം സഹോദരിയുടെ മോൻ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കുഞ്ഞിൻ്റെ ശ്രമമാണ്. ആ കുഞ്ഞിനൊരു ഘട്ടം വന്നപ്പം സഹായം ചെയ്യണ്ട, അത് നിഷേധിക്കുകയും കൂടെ ചെയ്തു. അച്ഛൻ ആ കുഞ്ഞിന് വേണ്ടി കരുതിയിരുന്നത് കൊടുക്കാൻ പാടില്ലെന്ന് തങ്കപ്പൻപിള്ളയ്ക്ക് സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തത്, അല്ലെങ്കിൽ തങ്കപ്പൻപിള്ളയെ മാറ്റിക്കളയുമെന്ന് പേടിപ്പിച്ച് വെച്ചിരുന്നു. ഇപ്പൊ തങ്കപ്പൻപിള്ള മാറിയല്ലോ. ഈ ഇന്ന് നേരത്തെ പലതവണ ചർച്ച ചെയ്തൊരു വിഷയമാണെങ്കിൽ പോലും ചോദിക്കാതെ വയ്യ. ഉമ്മൻചാണ്ടിയുടെ കേസിൽ ഗണേഷ് കുമാർ അതിനകത്തൊരു പങ്കാളിയാണ് എന്നുള്ള മട്ടിൽ മകൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മറ്റു പലരുമുണ്ട്. ഇപ്പോൾ കൊട്ടാരക്കര കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഈ ഗണേഷ് കുമാർ അത്തരത്തിൽ ഞാൻ സോളാർ വിശേഷം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അതിലെഴുതിയിട്ടുണ്ട്. അതായത് ഈ വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ആ കേസ് തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നാണ്. യാമിനി തങ്കച്ചി അത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചിക്കെതിരായിട്ട്, അല്ലെങ്കിൽ യാമിനി തങ്കച്ചിക്ക് വേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നടന്നപ്പോഴാണ് അവർ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതിയായിട്ട് ചെന്നതും ആ പരാതിയെ തുടർന്നാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നതും. ഇപ്പോൾ അത് അതേ നാടകം തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. അതേപോലൊരു 2ാമത്തെ ഭാര്യ അതേ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഈ ആദ്യത്തെ ആരോപണവും 2ാമത്തെ ആരോപണവും നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇപ്പോൾ ആദ്യത്തെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം എനിക്കറിയാമായിരുന്നു, ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അത് അവർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഭാര്യയും ഭർത്താവിൻ്റെയും കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പോഴത്തെ കേസും ഞാൻ TV കണ്ടുള്ള അറിവ് എനിക്കുള്ളൂ. അത് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു എന്ന് ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ യാമിനി തങ്കച്ചിയുടെ കാര്യത്തിൽ അവരുടെ നിലപാടെടുത്തോ, നിലപാടിൽ അവസാനം വരെ ഉറച്ചു നിന്നു, അവർ തമ്മിൽ പിരിഞ്ഞു. ഇവിടെ ഓവർനൈറ്റ് ഒറ്റ രാത്രി കൊണ്ട് അഭിപ്രായങ്ങൾ മാറിമറിയുന്നു. ഒരു രാത്രിയിൽ ഗണേശനെതിരെ ഒരു ഭാര്യയ്ക്ക് ഉന്നയിക്കാവുന്ന ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചിട്ട് തൊട്ടടുത്ത ദിവസം ഇല്ല, അതൊന്നുമില്ല, ആരോപണങ്ങളൊന്നും ഞാനിപ്പോൾ ഉന്നയിക്കുന്നില്ല, ഞങ്ങളുടെ പ്രശ്നം ഒത്തുതീർന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു വിവാഹ ഉടമ്പടി ആയിരുന്നോ അതൊരു വ്യാപാര ഉടമ്പടിയായിരുന്നു? രണ്ടും ഉണ്ടായിരിക്കണം. കാരണം ആരോ നല്ല ഫോഴ്സ് ചെയ്തായിരിക്കണമല്ലോ. അതിന് ആരുടെയെങ്കിലും ഉപദേശമോ എന്തെങ്കിലും ആയിരിക്കുമല്ലോ അതിന് പിന്മാറാൻ കാര്യം. ഒരു വിവാഹബന്ധം തുടർന്ന് പോകണം, അതിനകത്ത് തകർക്കാനൊന്നും നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ നാടകങ്ങളുണ്ട് എന്ന് സംശയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് എന്തായിരിക്കും? അതിനെക്കുറിച്ച് എന്താണ്
അത് TV-യിലൊക്കെ കാണുന്ന അറിവ് എനിക്കുള്ളൂ. എന്തെങ്കിലും ഈ കേസൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കേസ് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്നാലും നമ്മളത് അധികാരിയായിട്ട് പറയാനുള്ള തെളിവൊന്നും നമുക്കില്ല. തെളിവുകൾ ഇങ്ങനെ ചാനലുകളിൽ കാണുന്നുള്ള വിവരങ്ങളേ ഉള്ളൂ. നല്ലത് അല്ല, അത് ഒരു നന്നായി പോണം എന്നാഗ്രഹിക്കുന്ന ഞാൻ. അല്ല, സഹോദരൻ എന്തായാലും ഒന്നാണെന്ന് ഒരു സഹോദരി ആഗ്രഹിക്കുകയുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ, ചില മുറിവുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അതെ, അതെനിക്കറിയാം. പക്ഷേ ഒരു നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ പിന്നെ ആളുകൾക്ക് സഹായം കൊടുക്കുക, അല്ലെങ്കിൽ വോട്ടർമാരെ സഹായിക്കുക എന്നതിനപ്പുറത്തേക്ക് സ്വതം ഒരു മാതൃകയായി മാറേണ്ട ഒരു വ്യക്തി കുടുംബത്തിലായിരിക്കണം. അതിന്റെ പരീക്ഷണങ്ങൾ ആദ്യം നടത്തേണ്ട കുടുംബത്തിലായിരിക്കും. അത്തരത്തിൽ ഒരു മാറ്റവും ഒരു നന്മയും സഹോദരന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ലേ? നല്ലത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊന്നും വന്നില്ല ഇത്തവണ. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും മുന്നോട്ടധികം പോയില്ല. അതെന്തുകൊണ്ടാണ്? വീട്ടിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ഇല്ലാത്തതുകൊണ്ടാണോ, അതോ ഒരു സ്ത്രീയായി പോയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ? അല്ല, ചെറുപ്രായത്തില് അച്ഛന് മകനെ കൊണ്ടുവന്നല്ലോ രാഷ്ട്രീയത്തില്. അപ്പം അച്ഛൻ എപ്പോഴും പറയായിരുന്നു, നീ ആയിരുന്നു ശോഭിക്ക്, ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ അതിലോട്ട് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. പക്ഷെ അച്ഛൻ ജയിലിലായിരുന്ന സമയത്ത് അന്നത്തെ ആ ഒരു ക്രിട്ടിക്കൽ മൂവ്മെന്റ് ഈ കൊട്ടാരക്കരെ ആരെങ്കിലും പ്രതിനിധീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഏകകണ്ഠേന എൻ്റെ പേര് പറഞ്ഞു. പാർട്ടി ആയാലും കൊട്ടാരക്കരക്കാരായാലും അച്ഛനും എല്ലാം എൻ്റെ പേരാണ് എഴുതി കൊടുത്തത്. അങ്ങനെ UDF മുന്നണിയായിരുന്നു, അത് എഴുതി കൊടുത്തു, നിൽക്കാനുള്ള തീരുമാനമൊക്കെ. പക്ഷെ ഗണേശൻ സമ്മതിച്ചില്ല. ഒറ്റപ്പിടിയാതെ നിൽക്കാൻ പറ്റില്ല, നിന്നാൽ ഞാൻ പാർട്ടി വിട്ടു പോകും. അപ്പൊ അച്ഛൻ്റെ അന്നത്തെ നിസ്സഹായ അവസ്ഥയിൽ അംഗീകരിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ അംഗീകരിച്ചു. അതാണ് ഗണേശൻ്റെ പിന്നെ ചെയ്തികളെക്കുറിച്ച് ഒട്ടേറെ ആരോപണങ്ങളുണ്ടെങ്കിലും സ്വന്തം ഭാര്യ സഹോദരിയുടെ രാഷ്ട്രീയ ഭാവിക്ക് പെരുങ്ങതടിയായിട്ട് ഗണേശൻ നിന്നു. വേറെ മകൻ്റെ ചികിത്സയുടെ കാര്യം വേറെ, പക്ഷേ അങ്ങനെ നിന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലോട് കൂടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. എന്താ എന്നുള്ള അതെ തീരുമാനമെടുത്തു. പിന്നെ ഞാൻ തന്നെ വിചാരിച്ച വീട്ടിനകത്തൊരു വിഷയം ഉണ്ടാവേണ്ട, അതൊരു പ്രശ്നം അച്ഛനെ കൂടുതൽ വിഷമത്തിലേക്ക്, അച്ഛൻ അന്നത്തെ ഒരു അവസ്ഥ അറിയാലോ, ആ അവസ്ഥയെ ഒരു കൂടുതൽ ഒരു വിഷമത്തിലേക്ക് നയിക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെ പിന്മാറിയായിരുന്നു. എനിക്ക് വേണമെങ്കിൽ നിൽക്കാമായിരുന്നു, പക്ഷെ ഞാൻ പിന്മാറുമായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു കുടുംബമാണെന്ന് പറഞ്ഞാലും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ സഹോദരി ആയതുകൊണ്ട്, സഹോദരൻ രംഗത്തുണ്ട് എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കേണ്ട ഒരവസ്ഥ ഇപ്പോൾ ഉഷ എന്ന് പറയുന്ന സഹോദരിക്കില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇനിയും വീണ്ടും സജീവമാകാനുള്ള ഒരു സാധ്യത ഉണ്ടോ? സജീവമായിട്ടൊരു രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ കൊട്ടാരക്കര എന്ന് പറഞ്ഞൊരു ബന്ധം ഉണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ ഇപ്പോൾ ഈ ഇലക്ഷന് തന്നെ കൊട്ടാരക്കരയിൽ നിൽക്കാൻ പോകുന്ന ആദ്യവനോട് പലരും ആവശ്യപ്പെട്ടായിരുന്നു. UDF മുന്നണിയിൽ, LDF അല്ല UDF നേതാക്കൾ. അപ്പം ആദ്യമൊക്കെ ഞങ്ങൾ കൊട്ടാരക്കര മാത്രമാണെങ്കിൽ ആലോചിക്കാം എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ഐഷ പോറ്റി വന്നു. അവർ ചെയ്യില്ല. എത്ര ആഗ്രഹമൊന്നുമില്ല. കൊട്ടാരക്കരക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ പറയുന്നത്, എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ജീവന്റെ ഭാഗം. കൊട്ടാരക്കരയിൽ ജനിച്ചു, കൊട്ടാരക്കരയിൽ വളർന്നു, കൊട്ടാരക്കര പഠിച്ചു, കൊട്ടാരക്കരക്കാരനെ കല്യാണം കഴിച്ചു. അങ്ങനെ കൊട്ടാരക്കര എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ആ ഒരു ബന്ധം ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയം ആരായാലും നന്നായാൽ മതി. കൊട്ടാരക്കരയ്ക്ക് നല്ല കാര്യങ്ങൾ, ആര് ജയിച്ചാലും കൊട്ടാരക്കര നല്ല കാര്യങ്ങൾ നടന്നാൽ മതി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നല്ല ഭാര്യയും നല്ലൊരു അമ്മയുമായിട്ട് ഒതുങ്ങിക്കൂടാനാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഭർത്താവ് ഈ അടുത്ത കാലത്ത് ഒരു നല്ല പുസ്തകം എഴുതി. അദ്ദേഹം ഒരു പ്രഗത്ഭനായ അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹം കേരളത്തിലും കേന്ദ്രത്തിലും ഒരുപോലെ വലിയ പദവികളിലിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം IAS എസ്കലേറ്റർ. ആ പുസ്തകം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ വിപണിയിൽ എത്തിയിട്ടേ ഉള്ളൂ. അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന, വായിക്കപ്പെടാൻ പോകുന്ന ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? എന്തെങ്കിലും ഒന്ന് അതിനെക്കുറിച്ച് എന്താണെന്നുള്ളതൊന്ന് പറയാം. ഒന്ന് അച്ഛനെ പറ്റി ഒരു അധ്യായം അതിലുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ സർവീസ് സ്റ്റോറിയാണ്, മെയിൻലി സർവീസ് സ്റ്റോറിയാണ്. സർവീസ് അനുഭവങ്ങളെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു അധ്യായം ഞാൻ അച്ഛന് വേണ്ടി മാറ്റി വെച്ചു. കാരണം അച്ഛന് മരിച്ചുപോയി. അച്ഛന് പറയാനുള്ള ഒന്നും അച്ഛൻ പറഞ്ഞില്ല, മരിച്ചുപോയി. അച്ഛൻ്റെ കേസുകളെ പറ്റിയാണ് കൂടുതൽ അനുഭവങ്ങൾ. അത് എങ്ങനെ വന്നു, എന്ത് സംഭവിച്ചു, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ജനങ്ങളോട് വിളിച്ചു പറയാൻ ആരുമില്ല. മക്കളായ ഞങ്ങൾ ആരും ചെയ്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ഡ്യൂട്ടി, ഒരു മകനെ പോലെ കണ്ടത്. 23 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പൊ എനിക്ക് അത് അച്ഛനെ പോലെ ഉള്ളൂ. അപ്പൊ അതെനിക്കൊന്ന് തുറന്നു കാണിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛനെ പറ്റി ഒരു അധ്യായം തന്നെയുണ്ട്.
അത് തീർച്ചയായിട്ടും അതിനെ വായിക്കണം എനിക്ക്. തീർച്ചയായും ഞങ്ങൾ ആ ഒരു വെളിപ്പെടുത്തൽ അറിയാൻ വേണ്ടിയിട്ട് വായിക്കാൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് അച്യുതാനന്ദൻ, ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയെ പറ്റി കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അദ്ദേഹം രാഷ്ട്രീയവും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ജീവിതവും കൂടെ കൂട്ടിക്കുഴച്ചതിനെ പറ്റി കുറച്ച് എനിക്ക് ഫീൽ ചെയ്തു. ആർക്ക് ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഫീലിംഗ് ഉണ്ടാക്കിയ സംഭവം. ബാലകൃഷ്ണപിള്ളയുടെ മരുമകനായതുകൊണ്ട് ചീഫ് സെക്രട്ടറി ആവണ്ട എന്നത്. കാരണം അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ച്, സാധാരണ കുടുംബത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഏറ്റവും ടോപ്പ് റാങ്കിൽ ഇന്ത്യയിൽ IAS വാങ്ങിച്ച ആളാണ്. വളരെ 21 വയസ്സിൽ IAS പ്രവേശിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ അത്രയും സീനിയോറിറ്റി ആർക്കുമില്ല. അപ്പൊ ആ സീനിയോറിറ്റി വെച്ച് നോക്കുകയാണ്. സീനിയോറിറ്റി വെച്ചാണല്ലോ ചീഫ് സെക്രട്ടറിയെ സെലക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് 3-4 വർഷം ക്ലീൻ ആയിട്ട് ചീഫ് സെക്രട്ടറി ആവാൻ പറ്റും. പക്ഷെ തടഞ്ഞു വെച്ചു. എന്തുകൊണ്ട്? ബാലകൃഷ്ണപിള്ള മരുമകനായിട്ട്. അതൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട് അല്ലേ? അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ ഞാൻ ചോദിക്കുക. അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ശരിയാണ്. പിന്നെ ആകെ നമുക്ക് ആശ്വസിക്കാവുന്നത് ചീഫ് സെക്രട്ടറി ആയില്ലെങ്കിൽ പോലും അതിനേക്കാളിലേറെ പദവിയും അതിനേക്കാളേറെ വലിയ ഒരു അംഗീകാരവും നേടിയൊരു വ്യക്തിയാണ് ശ്രീ മോഹൻദാസ്. അപ്പൊ എന്തായാലും അവസാനം ചീഫ് സെക്രട്ടറിയായിട്ട് നിയമിച്ചു ഉമ്മൻചാണ്ടി സാറ് നിയമിച്ചു. പക്ഷെ അത് വളരെ കുറച്ച് മാസങ്ങളായിരുന്നു. അപ്പൊ അതിലേക്ക് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു അദ്ദേഹം തന്നെ വന്നില്ല. അത് എന്നേ കിട്ടേണ്ട ഒരു കാര്യം. ആ ഒരു എന്താ പറയുന്നത്, എനിക്കും കൂടി ഒരു കുറ്റബോധമുണ്ട്. ശരി. അപ്പൊ എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് നന്ദി.